അതായത് ഇമോഷൻ പ്ലസ് പാഷനാണ്. നിങ്ങളുടെ സ്വഭാവ സവിശേഷത, നിങ്ങൾ നാച്ചുറലി കരിസ്മാറ്റിക് ആണ്, നല്ല അട്രാക്ഷൻ ഉള്ളവരാണ്. ആര് നിങ്ങളെ കണ്ടാലും നിങ്ങളെ ഇഷ്ടപ്പെടും. അറ്റൻഷൻ കിട്ടുമ്പോൾ നല്ല രീതിയിൽ ഷൈൻ ചെയ്യും. ലവ്, ബ്യൂട്ടി, ലക്ഷറി, അപ്രിസിയേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആവശ്യമാണ്. ഈഗോ ഫ്രാഗൈലാണ്. ഹേർട്ട് ആകുമ്പോൾ സൈലന്റ് ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഗിവ് ടു മച്ച് ആണ്, വാരിക്കോരി നിങ്ങൾ കൊടുക്കും. പക്ഷെ അവരുടെ എക്സ്പെക്റ്റ് ലെസ് ആയാൽ നിങ്ങൾ ഡീപ്ലി ഫീൽ ചെയ്യും. എനിക്ക് വില കൊടുക്കുന്നവരെ ഞാൻ രാജാവാക്കി വെക്കും, ഇഗ്നോർ ചെയ്യാൻ ഞാൻ അകലെ പോകും എന്നൊരു വിചാരമാണ് നിങ്ങൾക്കുള്ളത്. പൂര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ പ്രണയം പെട്ടെന്നുണ്ടാവും. കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ പ്രണയം ഉണ്ടാവും. ഇമോഷണൽ ബോണ്ടിങ് നല്ല സ്ട്രോങ് ആയിരിക്കും. ഒരു സൈഡ് മാത്രം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കും ഉണ്ടാവുക. അട്രാക്റ്റ് ഇല്ലാണ്ടാവുന്നത് പാർട്ട്ണർ ഇമോഷണലി അൺഅവൈലബിൾ ആവാണ്ടിരിക്കുമ്പോഴാണ് അട്രാക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. സെൽഫ് വർത്ത് വാലിഡേഷൻ നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ വേണം. 2025 ഒരു ഇമോഷണലി റിയാലിറ്റി ചെക്ക് ഇയറാണ്. റിലേഷൻഷിപ്പിൽ ട്രൂത്ത് പുറത്തു വന്നിട്ടുണ്ടാവും. ഇത്ര കൊടുത്തിട്ട് എന്താണ് കിട്ടുന്നത് എന്നൊരു റിയലൈസേഷൻ ഉണ്ടാവും. കരിയറിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിസാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവും, അപ്രിസിയേഷൻ കുറവാണ്. ഫിനാൻസിൽ മണി വന്നാലും സാറ്റിസ്ഫിക്കേഷൻ ഇല്ല. മെൻ്റലി നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. കുറച്ച് ഓവർ തിങ്കിങ്ങും നിങ്ങൾക്കുണ്ടാവും. 2025 ഒരു നിങ്ങൾക്ക് ശരിക്കും ഗിഫ്റ്റ് തന്നെയാണ്. ഒരു ഇല്യൂഷൻ ബ്രേക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുക. നിങ്ങളുടെ മനക്കോട്ടയൊക്കെ താർന്നുണ്ടാവും. റിയാലിറ്റി എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2026 സെൽഫ് റെസ്പെക്റ്റ് പ്ലസ് സ്റ്റെബിലിറ്റി പ്ലസ് റെക്കഗ്നിഷൻ എന്തായാലും നിങ്ങൾക്കുണ്ട്. 2026 ജനുവരിയിൽ ഇമോഷണൽ ഡീടോക്സ് ആണ്. ഓൾഡ് മെമ്മറീസ് എന്തായാലും ഡിസ്റ്റർബ് ചെയ്യും. കരിയറിൽ ക്ലാരിറ്റി എന്തായാലും വരും. അതുകൊണ്ട് കുറച്ച് സ്ലോലി റീസ്റ്റാർട്ടായിരിക്കും. എനിക്ക് എന്ത് വേണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എന്തായാലും എടുക്കും. ഫെബ്രുവരിയിൽ പുതിയ കണക്ഷൻ ഉണ്ടാവും. പ്രണയത്തുനിന്നൊരു മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അകലെ നിർത്തുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുന്നതായിരിക്കും നല്ലത്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കോൺഫിഡൻസ് എന്തായാലും തിരികെ വരും. ഇമോഷൻസ് മിക്സഡ് ആവും. സങ്കടവും ഉണ്ടാവും, സന്തോഷവും ഉണ്ടാവും. മാർച്ച് മാസത്തിൽ കരിയർ ഓപ്പർച്യൂണിറ്റി, ഇൻ്റർവ്യൂ, പുതിയ ജോബ് ചേഞ്ച് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് റെക്കഗ്നേഷൻ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഈഗോ ക്ലാഷസ് എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് കാമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഏപ്രിൽ മാസത്തിൽ പ്രണയത്തിൽ കുറച്ച് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് ഒരു ഡിസിഷൻ എന്തായിരിക്കും, ഒന്നുമില്ലെങ്കിൽ സ്റ്റേ ചെയ്യണം, അതെങ്കിൽ മൂവ് ഔട്ട് ചെയ്യണമെന്നുള്ള ഒരു വിചാരത്തിലായിരിക്കും. അതുകൊണ്ട് ചിലവ് നല്ല കൂടുതലായിരിക്കും ഏപ്രിൽ മാസത്തിൽ. പാഷനും ഉണ്ട്, എന്നാൽ സ്ട്രെസ്സും ഒരുമിച്ചുണ്ടാവും. മെയ് മാസത്തിൽ ഫിനാൻഷ്യൽ റിലീഫായിരിക്കും. ഒരു സ്ട്രോങ് പേഴ്സൻ്റെ നിന്ന് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവും. കരിയറിൽ സ്റ്റെബിലിറ്റി എന്തായാലും കൂടും. ഒരു റിലീഫ് മന്ത് തന്നെയായിരിക്കും. ജൂൺ മാസത്തിൽ ട്രാവൽ ഉണ്ടാവും, ഒരു ജോബ് ചേഞ്ച് പ്ലേസൊക്കെ ഉണ്ടാവും. ഇമോഷണൽ ഹീലിങ്ങും എന്തായാലും ഉണ്ടാവും. പുതിയ റൊട്ടീൻ എന്തായാലും സ്റ്റാർട്ടാവും. ഒരു സമാധാനം എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ജൂലൈ മാസത്തിൽ പ്രണയം നല്ല ഇമ്പ്രൂവ് ആവും. ഒരു സീരിയസ് പ്രപ്പോസൽ, കമ്മിറ്റ്മെൻറ്റ്, ടാക്കൊക്കെ എന്തായാലും ഉണ്ടാവും. ബിസിനസ് ഐഡിയാസ് എന്തായാലും ക്ലിക്കാവും. നല്ല സ്ട്രോങ് ബോണ്ടിങ്ങും ഉണ്ടാവും. ഓഗസ്റ്റ് മാസത്തിൽ പെട്ടെന്ന് സഡൻ റെസ്പോൺസിബിലിറ്റി എന്തായാലും നിങ്ങൾക്ക് വരും. അതെന്തായാലും നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റുള്ളൂ. വർക്ക് പ്രഷറും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതോറിറ്റി എന്തായാലും ഇൻക്രീസ് ഉണ്ടാവും. സ്ട്രെസ് ആണെങ്കിലും എന്തായാലും വളർച്ച എന്തായാലും കരിയർ പരമായിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ഫിനാൻഷ്യലി എന്തായാലും ഗെയിൻ ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ് തോട്ട് അതൊക്കെ എന്തായാലും വരും. അതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കോൺഫിഡൻസ് നല്ല പീക്കായിരിക്കും. ഒരു ലക്കി മന്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ കരിയറിലും സാമ്പത്തികമായിട്ടും. ഒക്ടോബർ പരമായിട്ട് റിലേഷൻഷിപ്പ് ടെസ്റ്റ് വീണ്ടും വരും. അതിൽ ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ, ചിലപ്പോൾ വിജയിക്കാം. അതെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങൾ പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരു ശരിയായ കോൺവെർസേഷൻ എന്തായാലും വെക്കണം. ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കെയർ വേണം. ആരോഗ്യത്തിലും നിങ്ങൾ എന്തായാലും കെയർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് ഫീലിങ്സ് കാണിക്കരുത്, ഓവർ തിങ്ക് ചെയ്യരുത്. അത്യാവശ്യം ഉറങ്ങുന്നതായിരിക്കും നല്ലത്. നവംബർ മാസത്തിൽ കരിയറിൽ അപ്രിസിയേഷൻ എന്തായാലും വേണം. ഫെയിം, വിസിബിലിറ്റി, പ്രശസ്തിയൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷണലി നിങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നവംബറാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് മന്ത് എന്ന് തന്നെ പറയാം. ഡിസംബർ മാസത്തിൽ ഒരു നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. നല്ല ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവും. 2027 എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ വിഷൻ എന്തായാലും ഉണ്ടാവും. ഒരു സമാധാനപരമായിട്ട് എൻഡ് ചെയ്യണ ഒരു മാസം തന്നെയാണ്. കരിയർ പരമായിട്ടും ജോബ് പരമായിട്ടും ബിസിനസ് പരമായിട്ടും 2026
കരിയർ ഇമ്പ്രൂവ് ആവുന്ന മെയ്ക്ക് ശേഷം തന്നെയാണ്. മാർച്ച്, ജൂലൈ, സെപ്റ്റംബർ, നവംബർ ഈ മാസങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ ശോഭിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടി, മീഡിയ, ഡിസൈൻ, സെയിൽസ്, ഹോസ്പിറ്റാലിറ്റി എന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്നത് നല്ല ഫേവർ ആയിരിക്കും. ഫിനാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെല്ലെ ഫിനാൻസ് കയറുള്ളൂ, പക്ഷെ സ്റ്റഡി ആയിരിക്കും. ഏപ്രിലിലും ഒക്ടോബറിലും ചിലവ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി മാസങ്ങളുടെ തുടക്കത്തിൽ തന്നെ എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതുപോലെ സേവിങ്സ് ഹാബിറ്റ് എന്തായാലും കുറച്ച് ഡെവലപ്പ് ചെയ്യുക. പ്രണയത്തിലായാലും മാരേജിലായാലും 2026 ഒരു മെച്യൂരിറ്റി എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ കല്യാണം കഴിയാത്തവരാണെങ്കിലും ജൂലൈക്കും നവംബറിലും ഇടയിൽ നടക്കാൻ ഒരു ചെറിയ സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഈഗോ അവോയ്ഡ് ചെയ്യുക, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക.